തീർച്ചയായും കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ വില കൂട്ടുക. പൂച്ചയെ തണുത്ത വെള്ളത്തിലിട്ട് വെള്ളം പതുക്കെ ചൂടാക്കുന്ന ഒരു പണി പണ്ട് പറയാറുണ്ട്. ചൂടായി വരുമ്പോൾ പൂച്ചയ്ക്ക് അറിയില്ല. ആദ്യം തന്നെ ചൂടുവെള്ളത്തിലാണ് വീണെങ്കിൽ പൂച്ചയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇവിടെ പതുക്കെ കൂട്ടുകയാണ്. ആ കൂട്ടുന്നതിന് പറഞ്ഞ് ന്യായീകരണം എന്താ? യുദ്ധം നടക്കുന്നു, ക്രൂഡിന്റെ വില കൂടുന്നു. ഇപ്പൊ ക്രൂഡിന്റെ വില കുറഞ്ഞല്ലോ. ക്രൂഡിന്റെ വില $100 താഴെ വന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കൂട്ടിയത്. ഒരു കാര്യം കൂടി ആലോചിക്കണം. ക്രൂഡിന്റെ വില ബാരലിന് $100 അധികം ഉണ്ടായിരുന്നു 2014 മുമ്പ് എന്ന് ഓർക്കുക. ആ ഘട്ടത്തിൽ പെട്രോളിന്റെ വില എത്രയായിരുന്നു? ആ ഘട്ടത്തിൽ ഡീസലിന്റെ വില എത്രയായിരുന്നു? അന്ന് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നത്. അന്ന് 50 രൂപയ്ക്ക് പെട്രോൾ തരാം എന്ന് പറഞ്ഞ് തരാമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയവർ ഇവിടെ കാളവണ്ടി ഓടിച്ച ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, മുരളീധരനും ഒക്കെ. 50 രൂപ പോയിട്ട് 110 രൂപയായി പെട്രോളിന്. 110 രൂപ പെട്രോളിന് വിലയായിട്ട് ഒരു മിണ്ടാട്ടം അവർക്കില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ചോദ്യം ആദ്യം പോകേണ്ടത് മോഡിയോടല്ലേ, സതീശനോടല്ലല്ലോ. അതല്ലേ ആദ്യത്തെ കാര്യം. ആ ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല, അദ്ദേഹം ചോദിക്കൂല. മോഡിയോട് അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യങ്ങളുണ്ട്. ഇന്ന് DD റെയ്ഡ് നടന്നിട്ടുണ്ട്. അത് മോഡി കൊടുത്തിട്ടുള്ള സൂചന മിണ്ടിപ്പോയത് ഞങ്ങൾക്കെതിരെ. അതവിടെ നിൽക്കട്ടെ. ഇനി കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്നത് ഇവരാണല്ലോ. എത്ര പ്രാവശ്യം ഇന്ധനത്തിന്റെ വില കൂട്ടി? ഇന്ധന വില കൂട്ടിയാൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന വളരെ ചെറിയൊരു പരിഹാരമുണ്ട്. അതെന്താ? ഓരോ ഇന്ധന വില കൂട്ടുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ നികുതി വിഹിതവും കൂടും. അത് പെർസെന്റേജ് അനുസരിച്ചാണ്. കേന്ദ്ര സർക്കാരിന്റെ നികുതി കൂടും, സംസ്ഥാന സർക്കാരിന്റെ നികുതി കൂടും. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഒക്കെ വ്യത്യസ്ത നിരക്കാണെങ്കിൽ പോലും കൂടും. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം തങ്ങളുടെ നികുതി വരുമാനം വേണമെങ്കിൽ കുറയ്ക്കാം എന്നതാണ്. തീർച്ചയായും അങ്ങനെ ഒരു ആലോചന സതീശൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തീരുമാനമാവട്ടെ, എത്ര വരെ പോകുന്ന അറിയട്ടെ, ഒന്നിച്ച് കുറച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ എല്ലാ ആഴ്ച ഇത് കുറയ്ക്കേണ്ടി വരില്ലേ? ആകെ 10 ദിവസമായിട്ടില്ലല്ലോ ഗവൺമെന്റ് കയറിയിട്ട്. അതിനിടയ്ക്കാണ് ഇത്രയും കൂട്ടിയത്. ധനകാര്യ മാനേജ്മെന്റ് അടക്കം വെച്ച് നോക്കി അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തില്ലെങ്കിൽ അത് ദോഷമാണ്, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. കാരണം UDF പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഇനി തിരിച്ചൊരു ചോദ്യം പിണറായി വിജയനോടും ചോദിക്കാം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും സംസ്ഥാന നികുതിയുടെ ഒരു പൈസ കുറച്ചിട്ടുണ്ടോ? ഒരു പൈസ നികുതി കുറച്ചിട്ടില്ല. അന്നൊക്കെ പറഞ്ഞ എന്താ? സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ഓരോ തവണ മോഡി പെട്രോൾ വില കൂട്ടുമ്പോഴും അതിന്റെ ഗുണം കിട്ടിയിരുന്നത് സ്റ്റേറ്റ് സർക്കാരിനും കൂടിയാണ്. കാരണം എന്താ? അവർക്ക് അതിന്റെ ഇത് കൂടും. 10 രൂപ കൂടിയാൽ 2 രൂപ അവർക്കും കിട്ടും. അത്രേ ഉള്ളൂ. നികുതിയുടെ വരുമാനത്തിന്റെ പങ്ക് കിട്ടും. അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ 10 വർഷം കൂട്ടിയിട്ടുണ്ടല്ലോ, ആദ്യമായിട്ടല്ലല്ലോ. സമരം ചെയ്യല്ല PD സതീശൻ ചെയ്യേണ്ടത്. സമരം നമുക്ക് വേറെ ചെയ്യാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് കുറയ്ക്കുകയാണ്. പക്ഷേ ഇതിന് മുമ്പ് കുറച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഒരു 10, 11, 12 കൊല്ലം മുമ്പ് കേരളത്തിൽ കുറച്ചിട്ടുണ്ടെന്നേ. നികുതി പെട്രോൾ വില കൂടിയപ്പോൾ പെട്രോളിന്റെ നികുതി കുറച്ച് 1 രൂപയുടെയൊക്കെ ആശ്വാസം ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് കൊടുത്ത സർക്കാരിന്റെ തലവനായിരുന്നത് പിണറായി വിജയനല്ല, ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയാണ്. കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഒരു പൈസ കുറയ്ക്കാത്ത ഈ ആളുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും BJPക്കെതിരെ പറയണം. അത് ഇവിടെ പലപ്പോഴും CPM ഒന്നും ഇപ്പൊ അങ്ങനെ സമരം ചെയ്യാറില്ല. പെട്രോൾ വില വർധനവിനെതിരെ CPM ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ 12 ആൾ പോയിരുന്ന് ഒരു സിന്ദാബാദ് വിളിച്ചു പോരും. എന്നിട്ട് പത്രത്തിൽ ദേശാഭിമാനിൽ ഒരു പടവോടും കൈരളിയിൽ ഒരു ഇതും കാണിക്കും. അതല്ല, ജനങ്ങളുടെ ഭാരം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? തീർച്ചയായും ഡൽഹിയിലും അതുപോലെ ഇപ്പോൾ ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി, കടബാധ്യത ഒക്കെ അതിൽ വരും. ആ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ഇതുവരെ കൂട്ടിയതിന് മൊത്തം എത്ര കുറയ്ക്കാം എന്നതിനെ കുറിച്ച് UDF ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ജനങ്ങളുടെ ഭാരം കുറയ്ക്കണം. കാരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വില മാത്രമല്ല കൂടുക. എല്ലാ വസ്തുക്കളും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരേണ്ടതാണ്.
വാളയാർ വഴിയും അതുപോലെ തെക്ക് കളിക്കവിള വഴിയും ഒക്കെ ഇവിടെ വരേണ്ടതാണ്. അങ്ങനെ വരേണ്ട ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വില കൂടും. അത് കൂടിയാൽ കേരളത്തിൽ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. സ്പൈരലാണ്. മാത്രമല്ല ഇത് ഒന്നിനെ കൂടി കൊണ്ടുപോകുന്നതാണ്. വിഷ്യ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൊള്ള വില മോഡി ഏർപ്പെടുത്തിയതിൽ നിന്ന് ഒരാശ്വാസം നൽകാൻ കേരള സർക്കാർ തയ്യാറാകണം. അതിന് മുഖ്യമന്ത്രി തയ്യാറാകണം. ധനമന്ത്രി കൂടി അദ്ദേഹമാണല്ലോ, തയ്യാറാകണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.